ലോകത്തിന്റെ എല്ലാ ശ്രദ്ധയും ഇപ്പോൾ ചൈനയിലേക്കാണ്. ചൈനയിലെ ആജീവനാന്ത പ്രസിഡന്റ് മാവോ സെതുങ്ങിന് ശേഷമുണ്ടായ ഏറ്റവും കരുത്തുറ്റ നേതാവ് ഷീ ജിൻപിങ് വിരമിക്കലിന്റെ പടിവാതിക്കലിലാണോ? എന്താണ് ഈ അഭ്യൂഹങ്ങൾക്ക് പിന്നിൽ? ഒരു ദശാബ്ദത്തിലേറെയായി അധികാരത്തിലിരുന്ന ശേഷമാണ് ഷീ ജിൻപിങ് സുപ്രധാന തീരുമാനങ്ങൾക്കൊരുങ്ങുന്ന വിവരം പുറത്തുവരുന്നത്. ജൂൺ 30 നടന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ യോഗം പാർട്ടി സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന വിവരങ്ങളാണ് ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയത്. മെയ് മുതൽ ഷീ ജിൻപിങ് പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലും ഷീ പങ്കെടുത്തില്ല. ഇതെല്ലാം അധികാര കൈമാറ്റത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട്. പ്രസിഡന്റ് ആയ ശേഷം ആദ്യമായാണ് ഷീ ബ്രിക്സ് സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അതേസമയം ചൈനീസ് സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളുടെ സമ്മർദ്ദമാണ് ഷീ ജിൻപിങ്ങിന്റെ പുതിയ തീരുമാനത്തിന് കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം നടത്തിയ നികുതി പരിഷ്കാരങ്ങളും തീരുവ യുദ്ധവും US-ലേക്കുള്ള ചൈനീസ് കയറ്റുമതിയെ ബാധിച്ചിരുന്നു. ചൈനയുടെ സാമ്പത്തിക രംഗം ഇപ്പോൾ പ്രശ്നഭരിതവുമാണ്. കോവിഡ് സമയത്തെ ഷീയുടെ പരുക്കൻ നയങ്ങളും ഇതിന് കാരണമായിട്ടുണ്ട്. 2024 ചൈനയുടെ GDP വളർച്ച 4.9% കുറഞ്ഞിരുന്നു. വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയും ജനങ്ങൾക്കിടയിൽ അസംതൃപ്തി വളർത്തുന്ന ഘടകമാണ്. ചില കണക്കുകൾ പ്രകാരം 15% ചൈനയിലെ തൊഴിലില്ലായ്മ. ചൈനയുടെ കടം $50 ലക്ഷം കോടി. രാജ്യത്തെ സമ്പന്ന വരേണ്യ വിഭാഗങ്ങൾ നാടുവിട്ട് അന്യരാജ്യങ്ങളിൽ കുടിയേറുന്നു. ഇതിന്റെ എല്ലാം പഴി പേറുന്നതും ഷീ തന്നെ. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലച്ചോറും ഹൃദയവും ഇതുവരെ ഷീ തന്നെയാണ്. പാർട്ടി, ഭരണകൂടം, സൈന്യം എന്നീ 3 ശക്തി കേന്ദ്രങ്ങളിലും ഷീയുടെ അപ്രമാദിത്വമാണ്. എന്നാൽ പാർട്ടിക്കുള്ളിലെ രൂക്ഷമായ അധികാര വടംവലിയാണ് ഇപ്പോഴത്തെ അഭ്യൂഹങ്ങൾക്കും ഷീയുടെ അസാന്നിധ്യത്തിനും കാരണമെന്നും നിരീക്ഷണമുണ്ട്. മുതൽ ചൈന ഷീ ജിൻപിങ് ഭരണത്തിന് കീഴിലാണ്. അഴിമതിക്കെതിരെ വലിയ പ്രചരണത്തിന് നേതൃത്വം നൽകിയാണ് ഷീ ജിൻപിങ് അധികാരത്തിലേറിയത്. പിന്നാലെ നിരവധി ഉന്നത ജനറൽമാരെ പുറത്താക്കിയ ഷീ 1 ദശലക്ഷത്തിലധികം ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ വിധിക്കുകയുമുണ്ടായി. അങ്ങനെ മാവോ സെതൂങ്ങിന് മാത്രം അവകാശപ്പെട്ടിരുന്ന ചൈനയുടെ കരുത്തുറ്റ നേതാവെന്ന വിശേഷണം ഷീ സ്വന്തമാക്കുകയായിരുന്നു. 2016 പാർട്ടി തങ്ങളുടെ പ്രധാന നേതാവായി ഷീ ജിൻപിങ്ങിനെ പ്രഖ്യാപിക്കുകയുമുണ്ടായി. 2018 ചൈനയുടെ പ്രസിഡന്റിന്റെ കാലാവധി പരിധി നിർത്തലാക്കിയതും ഷീയാണ്. അങ്ങനെ ചൈനയുടെ ആജീവനാന്ത പ്രസിഡന്റായി ഷീ മാറുകയായിരുന്നു. എന്നാൽ ആ അപ്രമാദിത്യം ഇന്ന് ഷീക്കില്ലെന്നും വിവരമുണ്ട്. അതിന് ചില കാരണങ്ങളുമുണ്ട്. ചൈനീസ് പട്ടാളമായ PLA-യിൽ പ്രസിഡന്റ് ഷീയോട് കൂറുകാട്ടിയിരുന്ന ജനറൽമാർ മിക്കവരും പുറത്താക്കപ്പെട്ടു. ചിലരെ തടവിലാക്കി. മറ്റു ചിലർ നിഗൂഢ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. സ്വന്തം പിതാവിന്റെ പേരിൽ ഷീ ജിൻപിങ് ഉണ്ടാക്കിയിരുന്ന വമ്പൻ ശവകുടീരത്തിൽ നിന്നും കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ പേര് നീക്കം ചെയ്തു. ഷീയുടെ അസാന്നിധ്യം സംബന്ധിച്ച വാർത്തകളെക്കുറിച്ച് സർക്കാർ മാധ്യമങ്ങളും മൗനം പാലിക്കുകയാണ്. ഇവയെല്ലാം അഭ്യൂഹങ്ങൾക്ക് കാരണമാകുന്നു. അധികാരം സ്വന്തം കയ്യിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ദൈനംദിന ഭരണം പാർട്ടി ഘടകങ്ങൾക്ക് നൽകി ഷീ വിട്ടുനിന്നേക്കാം. വലിയ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഷീയുടെ ശ്രമമെന്നും വിലയിരുത്തലുകളുണ്ട്. ഒന്നുകിൽ പടിപടിയായുള്ള അധികാര വികേന്ദ്രീകരണം, അല്ലെങ്കിൽ വിരമിക്കൽ. ഇതിലേതെങ്കിലും ഒന്ന് ഷീ തെരഞ്ഞെടുത്തേക്കാം.